Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഇന്നും സ്മോൾ ക്യാപ്പ് അതുപോലെ നിഫ്റ്റി പിന്നെ ഒന്ന് രണ്ട് സ്റ്റോക്കുകളും നമുക്ക് അനലൈസ് ചെയ്യാം. ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വീഡിയോ. നമ്മളെപ്പോഴും നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാവാനാണ്. കാരണം നമ്മൾ ഒരുപാട് പേരും ഈ ജസ്റ്റ് സ്റ്റോക്കുകളിൽ പോയിട്ട് ബൈ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഓവറോൾ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാവണം. നമ്മൾ നിഫ്റ്റി ആണെങ്കിലും അതുപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിലും അതിൻ്റെ ചാർട്ടിലൊക്കെ പോയിട്ട് അനലൈസ് ചെയ്യാൻ നല്ല ബ്രേക്ക് ഔട്ട് റേഞ്ചുകളുണ്ടോ, അതുപോലെ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റോക്കിൽ മാത്രം പോയിട്ട് ബ്രേക്ക് ഔട്ട് നോക്കി എൻട്രി എടുക്കുന്നതിനേക്കാളും രണ്ടും കൂടി നല്ല ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രോബിലിറ്റി കൂടുന്നതാണ്. നമുക്കിന്ന് നിഫ്റ്റിയിലോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി വളരെ വോളറ്റൈൽ ആയിരുന്നു. നമുക്ക് നോക്കി അറിയാം, ഇന്ന് നല്ല രീതിയിൽ ക്ലോസിങ് കിട്ടി. 100 പോയിന്റിന് അടുത്ത് ക്ലോസിങ് കിട്ടി. 25,423 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ചുകളൊക്കെ ബ്രേക്ക് ചെയ്തു. അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് മെയിനായിട്ട് 25,660 ആ റേഞ്ചാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ട് ഒരു ക്യാൻഡലിനാണ്. ഇപ്പോൾ റെഡ് ക്യാൻഡിലാണ് തോന്നും, പക്ഷേ റെഡ് ക്യാൻഡിലാണ് ക്യാൻഡിൽ റെഡാണ്, പക്ഷേ പോസിറ്റീവാണ്. ഇന്ന് ക്ലോസ് ചെയ്ത് ഒരു ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഹാമറാണ്. ആ ഒരു രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബൈയിങ് പ്രഷർ നമ്മുടെ നിഫ്റ്റിയിൽ വരുന്നുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കാം, ഒരു വോളറ്റിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വോളറ്റിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിഫ്റ്റി ഇന്ന് ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത്. ഇവിടുന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി നല്ല രീതിയിൽ താഴത്തോട്ട് പോയി കണ്ടത്. ഏകദേശം ഈ റേഞ്ച് വരെ താഴത്തോട്ട് പോയി. പിന്നെ ഇവിടെ നല്ലൊരു റിക്കവറി ആയിരുന്നു കണ്ടത്. നമ്മൾ നല്ല രീതിയിൽ റിക്കവർ ചെയ്തിട്ട് ഏകദേശം 25,420 റേഞ്ചിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ചാർട്ട് തന്നെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നിഫ്റ്റിയുടെ അത്രയ്ക്ക് പെർഫോം ചെയ്തില്ലെങ്കിലും പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്ത്. നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ടൊന്ന് പോവാം. സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് 5 മിനിറ്റ് ആണ്. നമുക്ക് ഡെയിലി കാണിലേക്ക് മാറ്റാം. ഡെയിലി ക്യാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് ക്ലോസിങ് തന്നെയാണ് നമുക്ക് സ്മോൾ ക്യാപ്പിലും കിട്ടിയിട്ടുള്ളത്. നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് വരും. നമ്മൾ ഈ വരഞ്ഞു വെച്ച റേഞ്ചാണ് 18,980, അതുപോലെ 19,200 എന്നുള്ള ഒരു റേഞ്ചാണ് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് സ്മോൾ ക്യാപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ 2 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം സ്റ്റോക്കുകൾ. ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക്. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റോക്ക് റെഡ് ടാപ്പ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇന്ന് ഈ സ്റ്റോക്ക് നമുക്കൊരു 5% മുകളിൽ റാലി നമുക്കിന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ റേഞ്ചുകളൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും നമ്മുടെ നല്ലൊരു മൂവ്മെന്റ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എൻട്രി കിട്ടി. അതുപോലെ KPI ടെക് എന്ന് പറഞ്ഞ സ്റ്റോക്കായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞത് ഈ റേഞ്ചിന്റെ മുകളിലായിരുന്നു. ഈ റേഞ്ചിന്റെ മുകളിലായിരുന്നു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ റേഞ്ചിന്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചിലപ്പോൾ ഈ ഒരു പക്ഷേ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഈ റേഞ്ചിൽ നിന്ന് വരുന്നുണ്ട്. ഈ അവിടെ നിന്ന് ഈ 1325 വരെ പോയി, പക്ഷെ അവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന് ക്ലോസ് ചെയ്ത് ഈ റേഞ്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻട്രി എടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, എൻട്രി എടുത്താലും കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാം. കാരണം ഇന്നത്തെ ക്യാൻഡിലിന്റെ ഫോർമേഷൻ അത്രയ്ക്ക് നല്ലതല്ല. കാരണം താഴത്ത് നിന്ന് വോളിയും ഉണ്ട്, നല്ലൊരു സെല്ലിംഗ് പ്രഷറും മേലെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ തന്നെ 1-2 ദിവസം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് അടുത്തൊരു എൻട്രി നോക്കാം. എടുക്കാത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു 2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് AVL എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഓക്കെ, ഈ AVLന്റെ സ്റ്റോക്കിൻ്റെ ഇതൊരു ബ്രേക്ക് ഔട്ട് നടന്നൊരു സ്റ്റോക്കാണ്. ഞാൻ ഇതിൻ്റെ ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കാം. ട്രെൻഡ് ലൈനും ലൈനുകളൊക്കെ കറക്റ്റായിട്ട് വരഞ്ഞ് നോക്കാം. ഓക്കെ, ഈ റേഞ്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല രീതിയിലുള്ള ഒരു വോളിയത്തോടുള്ള ഒരു ബ്രേക്ക് ഔട്ട്, വലിയ ചെറിയ വോളിയല്ല, ഒരു നല്ല വോളിയുണ്ട്. കാരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു വോളിയത്തോടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. കൂടാതെ ആ റേഞ്ചിന്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നാളെ ഇതേ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ല ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പതുക്കെ സ്റ്റോക്ക് ഈ റേഞ്ചിൽ നിന്ന് പതുക്കെ താഴത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മേലെ ഈ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുമ്പോൾ ആ രീതിയിൽ എൻട്രി എടുക്കാം. അതല്ല നാളെ തന്നെ ഈ റേഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷനാണ്, ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എൻട്രികൾ എടുക്കാവുന്നതാണ്. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ ട്രേഡ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഈ ക്യാൻഡിലിൻ്റെ താഴെ ടാർഗറ്റായിട്ട് നമുക്കൊരു 600 ടാർഗറ്റ് വെക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 600 മതി. 601 കിടക്കാം. 600 നമുക്ക് ടാർഗറ്റ് ഞാനൊരു
ഗ്രീനിൽ മാർക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് റെഡിൽ മാർക്ക് ചെയ്യാം. ഒരു 521 സ്റ്റോപ്പ് ലോസും 600 ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് AVL എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിൽ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. ഓക്കെ, ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പർ ട്രേഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മാത്രം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നല്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒന്ന് വാച്ച് ലിസ്റ്റ് ആടി തരാം. ഇന്നൊരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. ഞാൻ അതിന്റെ ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ രാവിലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഔട്ട് നടക്കുന്ന ആ സമയത്ത്. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ ചില ആൾക്കാരൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട് തോന്നുന്നു, പേപ്പർ ട്രേഡ് പോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നോക്കാം. ഇതൊരു IPO സ്റ്റോക്കാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതുപോലത്തെ ഒരു സ്റ്റോക്കാണ്. പിക്കാടി ആഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാണ് ഈ സ്റ്റോക്കിന്റെ പേര്. ഒരു 719 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് കണ്ടോ, ഈ റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് റേഞ്ചാണ് അല്ലേ. ഈ റേഞ്ച് ഒരു ബ്രേക്ക്ഔട്ട് നടന്നു. ഞാൻ ഇതിന്റെ കളർ ഒന്ന് മാറ്റാം. ഈ റേഞ്ച് ബ്രേക്ക്ഔട്ട് നടന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ലൊരു വോളിയത്തോടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക്. അതിന് ശേഷം സ്റ്റോക്ക് വേണ്ട ഈ താഴത്തോട്ട് വന്ന് ഈ റേഞ്ച് റീടെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ മൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ റേഞ്ചിന്റെ മുകളിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. ഉണ്ടോ, ഈ റേഞ്ചിന്റെ മുകളിൽ, അതായത് 742 എബോ നമുക്ക് ഇതിലേക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഒരു 815. ഓക്കെ, 815 നമുക്ക് ടാർഗറ്റും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്കും ഒരു ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 699 ആണ്. എൻട്രി വരുന്നത് 742 എബോ ആണ്. ടാർഗറ്റ് 815 ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കും നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ചെറിയൊരു ബ്രേക്ക്ഔട്ട് നടന്ന് ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ആണ്. ആ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്ര നല്ലൊരു വോളിയത്തോട്ടുള്ള ബ്രേക്ക്ഔട്ട് നടന്നിട്ട് സ്റ്റോക്ക് അധികം താഴത്തോട്ട് അധികം സെല്ലിങ് വന്നിട്ടില്ല. അപ്പോൾ അതേ റേഞ്ചിൽ തന്നെ ബയ്യേഴ്സും സെല്ലേഴ്സും കൂടിയിട്ടുള്ള ഒരു വടംവലിയാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാലും സെല്ലേഴ്സ് അധികം വീക്കായ പോലെയാണ് നമുക്ക് തോന്നുന്നത് ആ റേഞ്ചിൽ. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് ആ റേഞ്ച് ബ്രേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ലൊരു 1-2 ദിവസം കൊണ്ട് ഇപ്പോൾ നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.